അപ്പൊ ശരി ബൈ. ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് എല്ലാം ക്ലിയർലി പറയുന്നുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അപ്പം എങ്ങനെ പോട്ടാ പിക്കവിടെ വന്നിട്ടുണ്ട്. കൊമ്പാച്ചിന് ഇപ്പൊ റെഡിയായി വരും. അപ്പം നാളെയാണ് ഇപ്പൊ ഇനി പോകാൻ പോകുന്നത് നേരെ വീട്ടിലേക്കാണ്. അപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇക്കാണ് കൊണ്ടുവിടുന്നത്. നിങ്ങളാരും വരുന്നില്ലേ? എന്തോ വരാത്തെ? കാണാൻ പ്രാപ്തിയില്ല. എന്ത് കൊണ്ടുവരാം എല്ലാം കൊണ്ടുവരാം. അപ്പൊ എന്തായാലും അതെ വഴിയെ പറയുന്ന കൊമ്പാച്ച അപ്പൊ പോവാം ഗൈസ്. അപ്പൊ എന്തായാലും ഇനി റെയിൽവേ സ്റ്റേഷനിൽ കാണാം ഗൈസ്. അങ്ങനെ എന്നെ കൊണ്ട് വിട്ട് എല്ലാരും പോവാണ്. ടാറ്റാ ടാറ്റാ. അങ്ങനെ ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോവാണ്. എന്തായാലും ഇവിടെ എത്തി. നേരെ അമ്മ പറഞ്ഞ പള്ളിയിലേക്ക് പോകണം. എന്താ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. പിന്നെ സിമിത്തേരിയിൽ ഒന്ന് കയറും. അപ്പൊ എന്തായാലും എന്തായാലും നമുക്ക് ഇനി പാക്കിങ്ങിൽ കാണാം. അപ്പം ഇപ്പൊ പെട്ടി പാക്കിംഗ് ആണ്. അതെ അപ്പൊ പെട്ടിയൊക്കെ പിടിച്ച് എന്തിനാ കേസ്. അപ്പൊ എന്തായാലും ഏകദേശം ത്രാസൊക്കെ കണ്ടപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഒരു 25 കിലോ നമുക്ക് കൊണ്ടുപോകാം. ഇപ്പൊ എന്തായാലും ഫുൾ പാക്കിംഗ് ആണ്. ഡ്രസ്സ് സംഭവങ്ങളെല്ലാം കയറിയിട്ടുണ്ട് അല്ലേ? അതെ. അപ്പൊ ഇനി എന്തായാലും പാക്ക് ചെയ്ത് ഫുള്ള് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഇവിടെ പെട്ടി പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി എന്തായാലും രാവിലെ കാണാം അല്ലേ മമ്മി? അതെ ഗൈസ്, ഏകദേശം നല്ല ടൈം ആയിട്ടുണ്ട്. രാവിലെ പോകാൻ നേരത്ത് കാണാം ഗൈസ്. ഓക്കെ, അപ്പം എന്തായാലും ഒരു ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ എന്തായാലും കിടക്കാൻ പോകണം. പിന്നെ രാവിലെ എണീറ്റ് എല്ലാവരും ഇറങ്ങാൻ വേണ്ടി പോകണം. പ്രേയറൊക്കെ ചെല്ലി ഇറങ്ങി. പിന്നെ എന്തായാലും എയർപോർട്ടിലേക്ക് ആണ് അയക്കുക. അവരെല്ലാവരും വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് വേണം ഗൈസ്. അങ്ങനെ കാലത്ത് തന്നെ ഏർലി മോർണിംഗ് എണീപ്പിച്ചു ഗൈസ്. നമ്മളെ എണീപ്പിച്ചു ഒരു 6:30 ഇപ്പൊ വാതിൽമൊക്കെ കൊട്ടിരിപ്പിച്ചു. പിന്നെ 6:45 ഇപ്പൊ 6:45 ഗൈസ്. അപ്പൊ എന്തായാലും ആ ഒരു ഏർലി മോർണിംഗ് തന്നെ എണീപ്പിച്ച് നമ്മളൊരു ആളെ പറഞ്ഞു വിടാനായിട്ട് പോവാണ്. അതായത് എയർപോർട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പൊ ആരെയാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഈ വ്ളോഗിന്റെ തുടക്കത്തിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവൻ പോവാലേ. ലൈഫ് ഇങ്ങനെയാണ്. അപ്പൊ അവൻ ഫാമിലിയുടെ ഒപ്പം അവിടേക്ക് എത്തുന്നാണ് പറഞ്ഞ എയർപോർട്ടിലേക്ക്. അപ്പൊ ഇപ്പൊ എത്തിയിട്ടുണ്ടാവും അവര്? എത്തിയിട്ടുണ്ടാവണം. 8 മണിക്ക് 8:30 ആ ഒരു ടൈമിലെങ്ങാണ്ട് ഫ്ലൈറ്റ് എന്ന് തന്നെ. അപ്പൊ എന്തായാലും നമുക്ക് അതിക്കുള്ളിൽ അവിടെ എത്താം. വിട്ടോ ഒരു വിളിപ്പടിച്ച് ഗൈസ്. അങ്ങനെ നമ്മള് ഇപ്പൊ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി അവര് ഏത് സെക്ഷനിലാണെന്ന് നോക്കണല്ലേ. ഇവിടെ തിരക്കുണ്ട്. അന്ന് ബോസിനെ കൊണ്ടാന്ന് പറഞ്ഞപ്പോ ഇത്ര തിരക്കില്ല. സത്യം ഇത് നോക്ക്, കുടുക്ക തിരക്ക്. അവര് ഏത് സെക്ഷനിലാണ് ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ അവര് ഏത് സെക്ഷനിലാണെന്ന് നമുക്ക് നോക്കി കണ്ടുപിടിക്കും തിരക്കി. ഗൈസ് അങ്ങനെ നമ്മൾ ആളെ കിട്ടിയിട്ടുണ്ട്. എന്താണിത്? അല്ലത് അത് ഞാൻ പറയാം. അതെന്തിനാന്ന് വെച്ചാലേ എത്ര 2 മണി 2:30 കണ്ടായില്ലേ? 2:30 കണ്ട ഇപ്പൊ എന്റെ വാതിൽമാരെ മുട്ടുന്നട്ടാ ഇവനെ. എനിക്ക് ചായ പിടിക്കാൻ ഞാൻ ഇവന്മാരെ വിളിക്കാൻ വേണ്ടി വന്നിട്ടാ. നല്ല ചിക്കന്റെ മണം. എന്റെ വാതിലും മുട്ടിയിട്ടൊന്നും ഇവൻ തുറക്കുന്നില്ല. എന്ത് ചെയ്താ തുറക്കുന്നത്? ഒരു 5 മിനിറ്റോളാവും തുറക്കുന്നത്. ഞാൻ എന്റെ ചിക്കന്റെ മണം എനിക്ക് അടിച്ചപ്പോഴേ വന്നില്ലേ. അതിന് മുമ്പ് കുറച്ച് മുമ്പാണെങ്കിൽ ഒരു ബൈക്ക് വന്നിട്ട് നിർത്തിയിട്ട് പോയപ്പോ ഞാൻ വിചാരിച്ച് വേറെ ആരെങ്കിലും ഓർഡർ ചെയ്താന്ന് എനിക്ക് മനസ്സിലായി. അത് പോട്ടെ ചെക്കൻ പോകുന്നു. അപ്പൊ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട്. പോവല്ലേ ഇക്കിപ്പോ പാർക്ക് ചെയ്യാൻ പോയിരിക്കും. ഓഡിയൻസിന്റെ അടുത്ത് എന്തെങ്കിലും പറയാം നിനക്ക് പറയാൻ? ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും നമുക്കിനി ദുബായ് വ്ളോഗ് കാണാം. അതെ, ദുബായിൽ വെച്ച് കാണാം. ദുബായിലെ കുറച്ച് ക്ലിപ്സ് നമുക്ക് കാണാതിരിക്കും. നിങ്ങളെയും കാണിച്ചു തരാം. ഓർമ്മ ഉണ്ടാവും. എപ്പോഴെപ്പോഴ ഫ്ലൈറ്റ് അല്ലേ? ഫ്ലൈറ്റ് 8 മണിക്ക്. എടാ അവിടെ വ്യൂ കാണാൻ പറ്റോടാ? അവിടെ വ്യൂ നമുക്ക് കാണാൻ പറ്റും ഫ്ലൈറ്റ് പോയി? അത് ഗാലറി നമുക്ക് ഓഡിയൻസിന് പോയി കാണാൻ പറ്റുമോ? ഇവൻ കൊറേ നേരെ പോവാന്ന് പറഞ്ഞ ഷോ ഇറക്കുന്ന മാസ്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവന്റെ ഒരു കണ്ണാടിയും പെട്ടിയൊക്കെ അതിലെടുത്ത് അവിടെ വെക്കി, കഴുത്തിലല്ല അങ്ങനെ വെക്കി. അത് സൂപ്പറാ വെക്കി. റോക്കറ്റ്
ഇക്ക പറയുന്നില്ല വിഷമമുണ്ട്. നിങ്ങളെയൊക്കെ മിസ് ചെയ്ത് പോകണ്ടേ? അവിടെ ചെന്നിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്യാം. അപ്പൊ എങ്ങനെ ദുബായിലോട്ട് തെണ്ടാൻ പോളാ? ഇപ്പൊ നമുക്ക് പൈസ അയച്ചരുതാ. വിക്ക വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് പോയാലേ ഇവനെ ഫ്ലൈറ്റ് കയറ്റി വിട്ടിട്ട്. അല്ലേ അവിടെ എന്തോ രുചിയാ വേറെ ചായക്കടാ ഇല്ല. അയ്യേ പ്രമോഷൻ കൊടുക്കാന്ന് പറ. ചായ റിവ്യൂ ചെയ്യാന്ന് പറ. ടെൻഷൻ ഉണ്ടാ? ടെൻഷൻ ഉണ്ടാ? എന്തൊരു വെറുപ്പിക്കല. ശരി ശരി. ഇനി ആ കണ്ണടി കൊടുത്ത് സത്യം പറയാൻ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും പറയാൻ പോണത്. ഇനി മാറിക്ക്. അപ്പൊ ഇതാണ് അപ്പൊ ശരിക്കും പോവാൻ പോകുന്ന ആളിട്ടാ. ഇതാണ് ആള്. എന്റെ ഒരു അനിയനായിട്ട് വരും. അപ്പൊ എന്തിനു പോണറാ? വർക്കിനായിട്ട് പോവാ ദുബായില്. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചല്ലേ? അപ്പൊ ഗൈസ് അവൻ ഹോട്ടൽ മാനേജ്മെന്റ് എന്ത് പ്ലേസ്മെന്റ് ആണോ? കോളേജിൽ നിന്ന് വേറെ പിള്ളേരുണ്ട്. നീ എന്നാ ദുബായിൽ പോണ ബക്രി? അയ്യോ അത് വേറെ. കഴിഞ്ഞ പ്രാവശ്യം ബോസ് വന്നപ്പോ നമ്മളെ വിളിച്ചാൽ അതുകൊണ്ട് ഞങ്ങള് ഗോൾഡൻ വിസയിലെ പോകത്തുള്ളൂ ബോസിനോട് പറഞ്ഞ് മത്തായി പണിയെടുക്കാൻ പോകും നമ്മള് ട്രിപ്പിന് പോലെ. ഗെയിമേഴ്സിനൊക്കെ ഗോൾഡൻ വിസ ഉണ്ട്. അത് ഗെയിമേഴ്സിന് നിനക്കില്ല. എഡിറ്ററിനില്ലെന്ന് പറഞ്ഞു. പക്ഷെ ബക്രിക്ക് വിഷമുണ്ട്. സത്യം അവന്റെ മുഖത്താ അറിയാൻ പറ്റുന്നല്ലേ. കരയണേ കരയാ. അവനെ കെട്ടിപ്പിടിച്ചൊന്ന് കരയാ. അറിയണം. അപ്പൊ 2 ക്ലിക്ക് പോയിട്ട് സത്യമായിട്ട് അവന്റെ മുഖം മാറിയടാ. സത്യമായിട്ട് മാറിയില്ലേ? മത്തായും കൂടി സീരിയസ് ആയിട്ട് എന്തോ ദുബായ് കാര്യങ്ങളിൽ സംസാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ചെക്കിങ് ചെക്കിങ് ചെയ്യുമ്പോ തുടങ്ങിക്കോ വാസ്കോ. ഇങ്ങോട്ട് നമുക്ക് മാറി പറയാ. സത്യം ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ല വിഷമമുണ്ട്. ഫേസിൽ അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു വിഷം. എന്തായാലും നമുക്കൊന്ന് കരയിപ്പിക്കാം. വിഷമിച്ചിരിക്കട്ടെ. എല്ലാം അനിയനെ അവനെ ആശ്വസിപ്പിക്കുന്നു ഗൈസ്. രണ്ടാളോട് ഒന്ന് അഗ് ചെയ്തരാ. മറ്റുള്ളവരുടെ സമ്മർദ്ദിച്ചിരിക്കുന്നു. പിന്നെ സങ്കടത്തിൽ കരഞ്ഞോണ്ടിരിക്കുക. അല്ല നമുക്കും കൂടെ കരയാം. പോകുന്നവർക്ക് അതിന്റെ ഫീൽ അറിയാം. സത്യം. പക്ഷെ അവൻ ചിൽ മോഡിലാണ്. അവൻ നല്ല ചിൽ മോഡിലാ. അനിയന് അവന്റെ കണ്ണ് ഇറങ്ങി മൊത്തം അങ്ങനെ ഒരുത്തനെ ഡിപ്രഷനാക്കി കരയിപ്പിക്കാൻ ജ്ഞാപകം പാട്ടിട്ട് അവന്റെ ചെവിട്ടിക്ക് വെച്ചു കൊടുക്കുന്ന കരയിപ്പിക്കുന്നുണ്ട്. നമ്മള് കേൾക്കാത്ത പാട്ടാണ്. ഈ കണ്ണീര് അടച്ചിട്ട് പറ. രാമൻകുട്ടി സത്യം പറഞ്ഞ നല്ല രീതിക്ക് സങ്കടമുണ്ട്. അപ്പൊ അവരെന്തായാലും കേറട്ട് നമുക്ക് കൊടുക്കാം. എനിക്ക് പിടിച്ചടിക്കണം മാസ്കോ. സത്യം അവരല്ല അവൻ പോയി വരച്ച് ഇങ്ങനെ കൊടുക്കാം. അല്ല നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ കൊടുക്കാറ്.
അവനെ എന്തായാലും ഒരു ടാറ്റ കൊടുത്ത് വിടാം. അങ്ങനെ നമ്മുടെ ചെക്കൻ പോവാണ്. ടാറ്റ. സത്യം അവന് ഇമോഷണൽ എല്ലാവരും. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. അപ്പോൾ അവൻ അവിടെ കയറാൻ നിൽക്കുന്നത്, ചെക്കിൻ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പം ഇനി നമുക്ക് നേരെ പോവാം. അങ്ങനെ അനിയനെ യാത്രയാക്കി നമ്മളിപ്പോൾ തിരിച്ചു പോകാൻ നിൽക്കും. അല്ലേ ബക്കറി? നീ ഓക്കെ അല്ലടാ? ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് ബൂട്ട് ക്യാമ്പിലാണ് ഒരു ഗ്ലിപ്പടി. ഗൈസ് അപ്പോൾ എന്തായാലും അനിയനെ വിട്ട് നമ്മൾ തിരിച്ച് ബൂട്ട് ക്യാമ്പിലേക്ക് എത്തി. അതെ, എന്താ ഇങ്ങനെ നിൽക്കുന്നത്? എന്നിട്ട് എന്നിട്ടുള്ള ഗൈസ് ചിന്ന തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്കറിയാം ഇവിടുത്തെ നാടോടിക്കാരിയാണ് ആണല്ലോ. ഗൈസ് അപ്പൊ എന്തായാലും അനിയൻ പോയ ചെറിയ വിഷമത്തിൽ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.